ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീനമ്മസ് വില്ലേജ് വ്ളോഗ്സ്. ഇന്ന് സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അച്ഛമ്മയും അച്ഛനും ഒക്കെ പറമ്പിൽ കാപ്പിക്കുരു പറിക്കുമായിരുന്നു. കൂട്ടത്തിൽ ഞാനും കൂടിയേക്കാന്ന് കരുതി. അതിന് വേണ്ടിയിട്ടുള്ള പറപ്പാലാണ് ഈ മാറാപ്പ് അല്ലെങ്കിൽ മത്താപ്പ് എന്ന് പറയും. കെട്ടിയിട്ട് കൂട്ടത്തിൽ ഇറങ്ങി. എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ കടയിൽ നിന്ന് കോഫി പൗഡർ മേടിച്ചതായിട്ട് ഓർമ്മയേ ഇല്ല. വീട്ടിലെ പറമ്പിലുണ്ടാകുന്ന കാപ്പിക്കുരു ശേഖരിച്ച് വറുത്ത് പൊടിച്ച് ഹോം മെയ്ഡ് കോഫി പൗഡറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോകുമ്പോൾ കാപ്പി കുടിക്കാൻ കിട്ടിയാൽ വീട്ടിലെ കാപ്പി ഓർമ്മ വരും. ടേസ്റ്റും ആ ഒരു കാപ്പി മണവും ഒന്നും വേറെ എവിടെ ചെന്നാലും കിട്ടത്തില്ല. പറിച്ചെടുക്കുന്ന കാപ്പിക്കുരു പെട്ടെന്ന് ശേഖരിച്ച് വെക്കാനായിട്ടാണ് നമ്മളിതുപോലെ മത്താപ്പ് കെട്ടിയിട്ടിറങ്ങുന്നത്. അതുപോലെ നമ്മൾ കാപ്പി മരത്തിൻ്റെ ചുവട്ടിൽ ചാക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും തുണിയൊക്കെ വിരിച്ചിടും. കയ്യിൽ നിന്ന് പൊഴിഞ്ഞ് പൊഴിഞ്ഞ് പല വട്ടങ്ങളായിട്ട് പോകുന്ന കാപ്പിക്കുരു നഷ്ടമാക്കി കളയരുതല്ലോ, അതിന് വേണ്ടിയിട്ട്. നല്ല പഴുത്ത കാപ്പിക്കുരു ആണെങ്കിൽ ചിലതിനൊക്കെ നല്ല ടേസ്റ്റ് കാണും. അപ്പോൾ പറിച്ചെടുക്കുന്ന കൂട്ടത്തിൽ കുറേയൊക്കെ നമ്മളും വീണു. എന്തായാലും ജനുവരി കാറ്റിൻ്റെ സമയത്ത് തന്നെയാണ് ഇക്കൊല്ലം നമ്മൾ കാപ്പിക്കുരു പറിക്കാൻ ഇറങ്ങിയത്. അങ്ങ് അക്കരെ കാണുന്നത് വനമാണ്, ശബരിമല വനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വനമാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും വനത്തിനോട് ചേർന്ന് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയില്ലേ, നിങ്ങൾ എങ്ങനെ കിടന്ന് ഉറങ്ങുന്നു എന്നൊക്കെ എല്ലാവരും ചോദിക്കും. പക്ഷേ ഞങ്ങളിതുമായിട്ട് പൊരുത്തപ്പെട്ടവരാണ്. നേരെ ഉരുട്ടി കണ്ടപ്പോഴേക്കും ഇന്നത്തേക്കുള്ളത് നിർത്തി നമ്മളിങ്ങനെ കയറി. ഇന്നെന്തായാലും ശേഖരിച്ചതൊക്കെ ഒന്നിച്ച് കൂട്ടി വെക്കും. മഹാനും അമ്മൂമ്മയും എല്ലാം ഉണ്ട് കൂടെ. അങ്ങും ഇങ്ങൊക്കെ പൊഴിഞ്ഞു പോയതൊന്നും നഷ്ടമാക്കാതെ അതെല്ലാം ശേഖരിച്ച് വെക്കുവാണ്. ഇനി ഇത് നാളെ നല്ല വെയിലത്ത് അങ്ങോട്ട് വിരിച്ചിടും. ഒന്നെങ്കിൽ ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മുറ്റത്ത് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത് അങ്ങോട്ട് നല്ല ഉണക്കം നിരത്തിയിടും. എന്നിട്ടിത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി ആവിച്ചെടുത്ത് ഇതുപോലെ കാപ്പിയരിയാക്കിയെടുക്കും. ഇത്ര നേരം നമ്മൾ കാപ്പിക്കുരു കാപ്പിക്കുരു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി ഇത് കാപ്പിയരിയാണ്. കുറഞ്ഞ തീയിൽ നല്ലതുപോലെ വറുത്തെടുക്കും. കാപ്പിയരി വറുക്കുന്നതിൻ്റെ അന്ന് രാത്രി നല്ല മഴയുണ്ടായിരുന്നു. നമ്മൾ കാപ്പിയരി വറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത്യാവശ്യം ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട് നല്ല ടേസ്റ്റിനായിട്ട്. ഏലക്ക, ജീരകം, ഉലുവ ഇതൊക്കെയാണ് ചേർക്കുന്നത്. അത് നമ്മുടെ കാപ്പിയരിയുടെ അളവിനനുസരിച്ചാണ് ഇതൊക്കെ എടുക്കേണ്ടത്. ഇനി ഇത് നമ്മൾ മില്ലിലോട്ട് കൊണ്ടുപോകാനായിട്ട് പാക്ക് ചെയ്യുകയാണ്. മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചെടുത്താൽ നമ്മുടെ സംഭവം റെഡി. അങ്ങനെ ഹോം മെയ്ഡ് കോഫി പൗഡർ ആയിട്ടുണ്ട്. ഇനി ഇത് വീതം വയ്ക്കും. വീട്ടിൽ വരുന്ന ബന്ധുക്കൾക്കൊക്കെ നമ്മൾ കൊടുത്തു വിടും. പിന്നെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് ഒരു വീതം. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ചു. ഞാൻ പോകുന്നു. ടാറ്റാ.